ഈ തെക്കൻ കേരളത്തിൽ നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ എന്തൊക്കെയാണ് എന്ന കാര്യം അലക്സ് റാം മുഹമ്മദ് നമ്മളോട് പങ്കുവയ്ക്കും. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ കാലാവസ്ഥാ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ടടക്കം തെക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നും നാളെയും തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സ് സമരം കടുപ്പിക്കാൻ തീരുമാനിച്ചതോടെ ഒരു ചർച്ചയ്ക്ക് സർക്കാർ സന്നദ്ധമാകുന്നുണ്ട്. അതുപോലെ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊല്ലം സ്വദേശി വേണു ചികിത്സ കിട്ടാതെ മരിച്ച സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് നാളെ സമർപ്പിക്കാൻ പോകുന്നു. അലക്സ് റാം മുഹമ്മദ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട വാർത്തകളായി പ്രതീക്ഷിക്കുന്നത് അതിലൊന്ന് KGMCT സമരമാണ്. നമുക്കറിയാം, ജൂലൈ 1 മുതൽ സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടേഴ്സ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം നടത്തുകയാണ്. അതിൽ അവരുടെ ശമ്പള കുടിശ്ശിക അനുവദിക്കുക, ഒപ്പം നിയമനങ്ങൾ സൃഷ്ടിക്കുക, മെഡിക്കൽ കോളേജുകളിൽ നിയമനങ്ങൾ സൃഷ്ടിക്കുക, ആശുപത്രി സംരക്ഷണ നിയമം നടപ്പിലാക്കുക, ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ സമരം അവർ നടത്തുന്നത്. ഈ സമരം ആദ്യഘട്ടം കഴിഞ്ഞ് സർക്കാർ ആ സമരം മുഖവിലയ്ക്ക് എടുക്കാത്ത പശ്ചാത്തലത്തിലാണ് അവർ രണ്ടാം ഘട്ട സമരവുമായി മുന്നോട്ട് പോയത്. അതായത് OP ബഹിഷ്കരിക്കുന്നത് അടക്കമുള്ള സമരമുറയിലേക്കാണ് സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടേഴ്സ് നീങ്ങിയത്. റിലേ OP ബഹിഷ്കരണത്തിലേക്കാണ് അവർ നീങ്ങിയത്. 3 ആഴ്ചകളിലായി അവർ OP ബഹിഷ്കരണം തുടരുകയാണ്. ഈ വരുന്ന 13-നും സമാനമായി OP ബഹിഷ്കരണം നിശ്ചയിച്ചിരുന്നു. അതിനു മുന്നോടിയായി സംസ്ഥാന സർക്കാർ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ KGMCT പ്രതിനിധികളെ ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. നാളെ, അതായത് തിങ്കളാഴ്ച ദിവസം ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ആരോഗ്യമന്ത്രിയുടെ ചേംബറിലാണ് ഈ ചർച്ച നടക്കുന്നത്. ഈ ചർച്ചയിൽ തങ്ങളുടെ ആവശ്യങ്ങൾ KGMCT ഭാരവാഹികൾ മുന്നോട്ട് വയ്ക്കും, പ്രതിനിധികൾ മുന്നോട്ട് വയ്ക്കും. അതിൽ സർക്കാർ എന്ത് തീരുമാനം കൈക്കൊള്ളുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശമ്പള കുടിശ്ശിക അനുവദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതിൽ സർക്കാർ എന്ത് നടപടി കൈക്കൊള്ളുമെന്നുള്ളത് കാത്തിരുന്നു കാണണം. അതുമാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ആശുപത്രികളിൽ നേരത്തെ, അതായത് ആരോഗ്യവകുപ്പ് കൂടുതൽ തസ്തികകൾ കഴിഞ്ഞ ദിവസങ്ങൾ സൃഷ്ടിച്ചിരുന്നു. പക്ഷേ ഇത് മെഡിക്കൽ കോളേജുകൾ ഒരു തസ്തിക പോലും സൃഷ്ടിച്ചില്ല എന്ന പരാതി KGMCTക്കുണ്ട്. അങ്ങനെയെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ആരോഗ്യമന്ത്രി വിശദീകരിക്കാൻ ശ്രമിക്കുക. എന്താണെങ്കിലും നാളെ ഉച്ചതിരിഞ്ഞാണ് ഈ ചർച്ച. അനന്തമായി ഇത് നീട്ടിക്കൊണ്ട് പോകേണ്ടതുണ്ടോ എന്നുള്ള കാര്യമായിരിക്കും തീരുമാനിക്കേണ്ടത്. ഈ ചർച്ചയിൽ തീരുമാനമായില്ല, സർക്കാർ അനുകൂല തീരുമാനം കൈക്കൊണ്ടിട്ടില്ല എങ്കിൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് അടക്കം, അതായത് കടുത്ത സമരമുറയിലേക്കടക്കം കടക്കാനാണ് KGMCT തീരുമാനിച്ചിരിക്കുന്നത്. ക്ഷമിക്കണം രജിത, രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്ത തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളായി മഴയ്ക്ക് നേരെ കുറവ് സംസ്ഥാനത്തുണ്ട്. പക്ഷേ ഇന്ന് 4 ജില്ലകൾ, തെക്കൻ കേരളത്തിലെ 4 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രത വേണം. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിക്കുന്നുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും മറ്റ് തടസ്സമില്ല എന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. പ്രധാനപ്പെട്ട അപ്ഡേറ്റായി അത് ഇന്നെന്താണെങ്കിലും വരും. ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും കാർമേഘം ഇരുണ്ടുമൂടിയ അവസ്ഥയിലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കൊല്ലം ചവറ സ്വദേശി വേണു ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിന് ചികിത്സ നിഷേധിച്ചു. അതിനാൽ അദ്ദേഹത്തിന് മരണം സംഭവിച്ചു എന്നുള്ള വിവരം അദ്ദേഹത്തിന്റെ ശബ്ദ സന്ദേശം തന്നെ പുറത്തു വന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ വാർത്ത 24 തന്നെ ഈ വാർത്ത നൽകുകയും അത് വലിയ രീതിയിൽ പൊതുസമൂഹത്തിൽ ചർച്ചയാകുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യമന്ത്രി അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിനെ ചുമതലപ്പെടുത്തുന്നത്. മെഡിക്കൽ വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ TK പ്രേമലത ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയാണ്. ഇപ്പോഴും മെഡിക്കൽ കോളേജ് ഉറച്ചു നിൽക്കുന്നത് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായില്ല. പ്രത്യേകിച്ച് കാർഡിയോളജി വിഭാഗം പറയുന്നത് അവരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായില്ല. ആൻജിയോഗ്രാം ചെയ്യുന്നതിന് തടസ്സമായത് വേണുവിനുണ്ടായിരുന്ന രോഗങ്ങളാണ്. അത് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വേണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം ഗുരുതര സ്വഭാവത്തിലുള്ള ആക്ഷേപങ്ങൾ, ചികിത്സ നിഷേധിച്ചു എന്നതടക്കമുള്ള ഗുരുതര സ്വഭാവത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിനിടയിൽ ആ അന്വേഷണ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണ് എന്നത് പ്രധാനമാണ്. തെക്കൻ കേരളത്തിൽ നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ പങ്കുവയ്ക്കുകയായിരുന്നു അലക്സ് റാം മുഹമ്മദ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.